സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. വടക്കാഞ്ചേരി നഗരസഭയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങളെ തെറ്റിദ്ധാരണ പരത്തി തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷമായ UDF ശ്രമിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനമല്ല നശീകരണമാണ് UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നഗരസഭയുടെ സെക്രട്ടറിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നത് കണ്ട് ഏത് ആരോപണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ച ആളുകൾ ഇന്ന കാര്യത്തിൻ്റെ മുകളിലാണ് ആരോപണം എന്ന് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പരാതി കൊടുക്കട്ടെ, പരാതി കൊടുത്ത് അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നഗരസഭയ്ക്ക് 3 അവാർഡുകൾ കിട്ടി. അവാർഡ് കിട്ടിയെന്ന് പറയുന്ന കളിയാക്കുന്ന ആളുകൾ അവാർഡ് സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ വാർഡുകളിൽ പോലും വികസന പ്രവർത്തനം നടത്തുകയാണ്. അത് മുൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിഫ്ബി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കിഫ്ബിക്കെതിരെ വർത്തമാനം പറഞ്ഞിരുന്ന ആളുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടത്തിയ പോലെ നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ അധികാരം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള കൊതിക്കുറവ് നല്ലോണം ഉണ്ട് ഭാരവാഹികൾക്ക്. പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിരനിരയായിട്ട് നിൽക്കുകയാണ്. ആ നിരനിരയായിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇപ്പോൾ കൗൺസിലർമാരായി വന്നപ്പോൾ അധികാരം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല വിഷമമുണ്ട്. ആ വിഷമം ഞങ്ങളല്ലോ പരിഹരിക്കേണ്ടത്. ജനങ്ങൾ പറഞ്ഞു 3ാം ഘട്ടത്തിലും LDF തന്നെ അധികാരത്തിൽ വരണമെന്ന്. നഗരസഭ സെക്രട്ടറിക്കെതിരെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വ്യക്തതയില്ല. കൃത്യമായ പരാതിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ നൽകട്ടെ. ഏത് അന്വേഷണത്തെയും നഗരസഭ സ്വാഗതം ചെയ്യും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ നഗരസഭയ്ക്ക് 3 അവാർഡുകൾ നേടാനായത്. അവാർഡുകളെ കളിയാക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ ആ തുക ഉപയോഗിച്ച് സ്വന്തം വാർഡുകളിൽ വികസനം നടത്തുകയാണ് ചെയ്തത്. കിഫ്ബിയെ എതിർത്തവർ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയതിന് സമാനമായ നിലപാടാണ് UDF ഇവിടെയും സ്വീകരിക്കുന്നത്. ബയോ മൈനിങ്ങിനെതിരെയും വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി 13,300 ടൺ മാലിന്യമാണ് നഗരസഭ നീക്കം ചെയ്തത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി നഗരസഭ പുതിയ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ആവശ്യമായ രേഖകൾ തയ്യാറാക്കുമ്പോൾ അതിലും അഴിമതി ആരോപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സ്വന്തം ഭരണകാലത്ത് അഴിമതി മാത്രം നടത്തിയതിനാലാണ് പ്രതിപക്ഷം ഇപ്പോൾ നഗരസഭയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധികാരം ലഭിക്കാത്തതിന്റെ നിരാശയിലാണ്. പരസ്പരം കണ്ടാൽ മിണ്ടാത്ത നേതാക്കളാണ് നേതൃസ്ഥാനത്തിനായി മത്സരിക്കുന്നത്. നഗരസഭയ്ക്ക് സ്വന്തമായി സെക്രട്ടറിയോ AEയോ സൂപ്രണ്ടോ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും കഴിഞ്ഞ 3 മാസമായി സർക്കാർ നടപടിയെടുക്കുന്നില്ല. നഗരസഭയെ സഹായിക്കാത്ത പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വികസനമല്ല, മറിച്ച് നഗരസഭയുടെ തകർച്ചയാണെന്ന് വ്യക്തമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ഇന്നതാണ് ശരി എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ബോധ്യവുകയാണ്. ഇവർ ഏതൊക്കെ രീതിയിൽ കഴിഞ്ഞ 1 മാസത്തിൽ ആവറേജ് 2 കൗൺസിൽ യോഗങ്ങളും വിളിക്കും. കഴിഞ്ഞ മാസം 3 കൗൺസിൽ യോഗം വിളിച്ചു. ആ 3 കൗൺസിൽ യോഗത്തിലും അതിന് മുമ്പുള്ള കൗൺസിൽ യോഗത്തിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും നിർവഹിക്കാണ്ട. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആനയാണെന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലെ ഇവർക്ക് ആന ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ CFC ഗ്രാൻഡ് ഉണ്ട്. CFC ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനം നമുക്ക് നല്ലോണം നടത്താൻ വേണ്ടി കഴിയുകയാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇപ്പോൾ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് മാസ്റ്റർ പ്ലാൻ വരികയാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ മാസ്റ്റർ പ്ലാൻ മുമ്പുണ്ട്, നിലവിലുണ്ട്. ഈ പുതുക്കിയ മാസ്റ്റർ പ്ലാൻ വരുന്നതോടുകൂടി കൂടുതൽ വികസന സാധ്യതകൾ ഉണ്ടാവുകയാണ്. ആരെങ്കിലും പറഞ്ഞു വെച്ചതല്ല ഈ മാസ്റ്റർ പ്ലാൻ. മാസ്റ്റർ പ്ലാൻ നമുക്ക് അനിവാര്യമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് തോന്നുകയാണ്. കാരണം എന്താ, നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്.
അതിന് ആവശ്യമായിട്ടുള്ള ഒരു അപ് ടു ഡേറ്റ് രേഖ നമുക്ക് അനിവാര്യമാണ്. നിലവിലുള്ള രേഖയേക്കാൾ വിപുലമായ രീതിയിൽ രേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് അഴിമതി നടത്താനാണെന്ന് പറഞ്ഞാൽ ഇവരോട് ആരാ പറയുക? ഇവരോ എന്താ പറയുക? എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഏതൊക്കെ രീതിയിലുള്ള വിയോജനങ്ങളുണ്ടെങ്കിലും വിയോജനം ആർക്കും എഴുതാലോ. ആ വിയോജനം എഴുതാനുള്ള അവകാശം എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലർമാർക്കുണ്ട്. വളരെ വ്യക്തമായ രീതിയിൽ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചർച്ച ചെയ്യണം. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് അത് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അംഗീകാരം നേടിക്കൊണ്ട് ഇവിടെ എല്ലാ യോഗത്തിലും അജണ്ടയായി വെക്കുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സെക്രട്ടറി ഇല്ല, എ ഇല്ല, സൂപ്രണ്ട് ഇല്ല. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ കൃത്യമായി നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് UDF ആണല്ലോ ഭരിക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കേണ്ടത് ആരാ? അപ്പോൾ ഇവരെ വിന്യസിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഇവരും കൂടി സഹായിക്കണമല്ലോ. അവരും കൂടി സഹായിക്കാൻ തയ്യാറാവാത്തൊരു സ്ഥിതി വരികയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം വികസന പ്രവർത്തനമല്ല, ഇവരുടെ ആവശ്യം നഗരസഭയുടെ നശീകരണമാണ്. അപ്പോൾ ആ നശീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടുമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.